വെക്കേഷനൊക്കെ അടിച്ചു പൊളിച്ചിരിക്കുകയാണെങ്കിൽ നിങ്ങളുടെ മുമ്പിലേക്ക് ഏറ്റവും ഷോക്കിംഗ് ആയിട്ടുള്ള ഒരു ന്യൂസ് ആയിരിക്കും നിങ്ങളുടെ പബ്ലിക് എക്സാമിൻ്റെ റിസൾട്ട് എന്ന് പറയുന്നത്. അപ്പോൾ റിസൾട്ടിൻ്റെ ഡേറ്റ് ഒഫീഷ്യലി അനൗൺസ് ചെയ്തിട്ടുണ്ട്. 10ാം ക്ലാസ്സുകാരുടേത് മെയ് 15-നാണ്, +2 റിസൾട്ട് മെയ് 22, +1 റിസൾട്ട് ജൂൺ 10. അപ്പോൾ ഡേറ്റുകളൊന്ന് കൃത്യമായിട്ട് നോട്ട് ചെയ്ത് വെച്ചോ. +2 റിസൾട്ട് മെയ് 22, +1 റിസൾട്ട് ജൂൺ 10. അപ്പോൾ ഒരുപാട് ആൾക്കാർക്ക് കൺഫ്യൂഷൻ ഉണ്ടാവും, +1 ഇംപ്രൂവ്മെൻറ്റ് എക്സാമും കൂടി എഴുതിയിട്ടില്ലേ. അപ്പോൾ ഇംപ്രൂവ്മെൻറ്റിൻ്റെ റിസൾട്ട് നിങ്ങൾക്ക് വരാൻ പോകുന്നത് മെയ് 8-നാണ്. ഈ മെയ് 8-ാം തീയതി ഇംപ്രൂവ്മെന്റ് റിസൾട്ടും കൂടി വന്നിട്ട് ആ മാർക്കും കൂടി ആഡ് ചെയ്തിട്ടായിരിക്കും നിങ്ങളുടെ +2 റിസൾട്ട് മെയ് 22-ന് വരുന്നത്. സോ ആ കാര്യം കൃത്യമായിട്ട് നോട്ട് ചെയ്ത് വെച്ചോ. അപ്പോൾ അതിൽ പ്രത്യേകിച്ച് കൺഫ്യൂഷനും കാര്യങ്ങളൊന്നും ഉണ്ടാവില്ല. ഇംപ്രൂവ്മെന്റ് എഴുതി ഒരുപാട് ആൾക്കാരുണ്ട്. ഓക്കെ, അപ്പോൾ റിസൾട്ട് കുറേ ആൾക്കാർക്ക് അപ്ഡേറ്റഡ് ആയിട്ടുണ്ടാവും. അതായത് മാർക്ക് കൂടിയ ആൾക്കാരുണ്ടാവും. കുറഞ്ഞ മാർക്കാണെങ്കിൽ നിങ്ങളുടെ പഴയത് തന്നെ ആയിരിക്കും കേട്ടോ എടുക്കുക. സോ അത് മനസ്സിലാക്കി വെക്കുക. അപ്പോൾ റിസൾട്ട് +2-ൻ്റെത് വരുന്നത് മെയ് 22-നാണ്, ഇൻക്ലൂഡിങ് ഇംപ്രൂവ്മെൻറ്റ് റിസൾട്ട്. ആ ഇംപ്രൂവ്മെൻറ്റ് റിസൾട്ടും കൂടി അപ്ഡേറ്റ് ചെയ്തിട്ടുള്ളതായിരിക്കും. ആൻഡ് ഇംപ്രൂവ്മെൻറ്റിൻ്റെ സെപ്പറേറ്റ് ആണെങ്കിൽ നിങ്ങൾക്ക് മെയ് 8-ന് ആ റിസൾട്ട് വരുന്നതായിരിക്കും. +1 റിസൾട്ട് വരുന്നത് ജൂൺ 10-ാം തീയതിയും. അപ്പോൾ ഡേറ്റുകൾ കൃത്യമായിട്ട് നോട്ട് ചെയ്ത് വെച്ചോ. നിങ്ങളുടെ ഫ്രണ്ട്സിനൊക്കെ ഈ വീഡിയോ ഒന്ന് ഷെയറും ചെയ്ത് കൊടുത്തു. ബൈ.